ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ബൈപ്പാസ് അതിൻ്റെ 80% മുതൽ 85% വരെ നിർമ്മാണം അവസാനിച്ച ഈ ഒരു ഘട്ടത്തിൽ ബൈപ്പാസിൽ പ്രധാനമായും ഇനി നടക്കാനുള്ള വർക്കുകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അറപ്പുഴ പാലം, മാമ്പുഴ പാലം, മലാപ്പുറം ഓവർപാസ്, തടമ്പാട്ടുതായം അണ്ടർപാസ്, വേങ്ങേരി ഓവർപാസ്, മാളിക്കടവ് അണ്ടർപാസ്, പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ, പുറക്കാട്ടിരിപ്പാലം, കോരപ്പുഴ പാലം, വെങ്ങളം ഫ്ലൈ ഓവർ എന്നിവിടങ്ങളിലാണ് വർക്കുകൾ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ലേറ്റസ്റ്റ് വർക്ക് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക, കൂടെ ലൈക്ക് നൽകുക. ആദ്യം പോകുന്നത് അറപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. അറപ്പുഴ പുതിയ പാലത്തിൻ്റെ പകുതി ഭാഗം കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെ കോൺക്രീറ്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. കോൺക്രീറ്റിന് ശേഷം മാസ്റ്റിക് പാഡ് വിരിച്ച് ടാറിങ്ങിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. അതുപോലെ ക്രാഷ് ബാരിയറുടെ വർക്കും ഈ പാലത്തിൽ ഇനി നടക്കാനുണ്ട്. കൂടാതെ പാലത്തിൻ്റെ 2 സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും നടക്കണം. അറപ്പുഴയിൽ 3ാമത്തെ പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകളും പുഴയിൽ നടന്നു വരുന്നുണ്ട്. ഒരേ സമയം 2 മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പൈലിംഗ് നടക്കുന്നത്. അടിയൊഴുക്ക് വളരെ ശക്തമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൈലിംഗ് അല്പം പ്രയാസമാണ്. ചാലിയാറാണ് ഇവിടെ അറപ്പുഴയായി ഒഴുകുന്നത്. അറപ്പുഴ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ബാക്കിയുള്ളത് മാമ്പുഴ ഭാഗത്താണ്. ഈ ഭാഗത്ത് കൂടുതൽ വർക്കുകൾ ബാക്കിയുണ്ട്. പുതിയ 1ാമത്തെ പാലം കോൺക്രീറ്റ് കഴിഞ്ഞു. പ്ലാസ്റ്റിക് പാടൊക്കെ വിരിച്ച് കുറേയായി. ടാറിങ്ങിൻ്റെ വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. പാലത്തിൻ്റെ വടക്ക് അപ്രോച്ച് റോഡ് തുടങ്ങി ലാൻഡ്മാർക്ക് ബിൽഡിംഗ് വരെയുള്ള ഭാഗത്ത് തകൃതിയായ വർക്ക് നടന്നു വരികയാണ്. ചതപ്പ് നിറമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൈഡ് വാളിൻ്റെയൊക്കെ വർക്ക് നീളത്തിൽ ഒരുപാട് പൈലിംഗ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പൈലിംഗ് പൂർത്തിയായി സൈഡ് വാൾ കെട്ടിയ ഭാഗത്ത് മണ്ണിട്ട് നിരത്താൻ തുടങ്ങിയിട്ടുണ്ട്. മാമ്പുഴയിൽ 2ാമതൊരു പുതിയ പാലത്തിൻ്റെ വർക്കുകൾ കൂടി നടക്കാനുണ്ട് ഇനി. മാമ്പുഴ കഴിഞ്ഞതിന് ശേഷം പിന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ ഓവർപാസിൻ്റെ നിർമ്മാണമാണ് പ്രധാനമായും തീരാനുള്ള അടുത്ത വർക്ക്. അപ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ നിർമ്മാണം വളരെ സ്പീഡിൽ തന്നെയാണ് നടന്നു വരുന്നത്. മാർച്ച് അവസാനത്തോടെ മുഴുവനായും വർക്കുകൾ തീർത്ത് ഓവർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് പറയുന്നത്.
ഓവർപാസിൻ്റെ സെൻട്രൽ ഭാഗത്ത് തൂണുകൾ ഉയർന്നു കഴിഞ്ഞു. അതിൻ്റെ മേലെ ബെൽറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡിലും മതിൽ കെട്ടി ഗർഡറുകൾ ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. ഒരു സൈഡിൽ 14 അങ്ങനെ 28 ഗർഡറുകളാണ് ആകെ ഈ ഒരു ഓവർപാസിന് വേണ്ടി ലോഞ്ച് ചെയ്യേണ്ടത്. വളരെ വൈകി തുടങ്ങിയ വർക്കാണെങ്കിലും നല്ല സ്പീഡിലാണ് മലാപ്പുറം ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നത്. തടമ്പാട്ട് താഴത്ത് നിലവിലെ അണ്ടർപാസിനടുത്ത് തന്നെ പുതിയൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നു വരികയാണ്. വേങ്ങേരി ഓവർപാസിൻ്റെ വർക്കും അവസാന ഘട്ടത്തിലേക്കാണ്. അവശേഷിക്കുന്ന ഈ ഒരു ഭാഗത്ത് 11 ഗർഡറുകളാണ് ലോഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഗർഡറുകളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും ഇവിടെ ഗർഡർ ലോഞ്ചിങ് തുടങ്ങും. മാളിക്കടവ് ഇരട്ട അണ്ടർപാസിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അണ്ടർപാസിനോട് ചേർന്ന് വടക്കേ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇനി നടക്കാനുണ്ട്. മാളിക്കടവ് കഴിഞ്ഞാൽ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് ഇനി തീരാനുള്ള മറ്റൊരു വർക്ക്. പാലത്തിൻ്റെ കോൺക്രീറ്റൊക്കെ മുഴുവനായും കഴിഞ്ഞു. ഈ ഒരു സൈഡിൽ, അതായത് അമ്പലപ്പടി അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞതാണ്. ടാറിങ് വരെ കഴിഞ്ഞു. കോഴിക്കോട് ബൈപ്പാസിലെ മൂന്നാമത്തെ വലിയ ഫ്ലൈ ഓവറാണ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ. പാലായി പാലവും വെങ്ങളം ഫ്ലൈ ഓവറും കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ പാലം. അപ്പോൾ ഈ ഫ്ലൈ ഓവറിൽ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്. കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാന പാതയാണ് ഫ്ലൈ ഓവറിനടിയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാസ്റ്റിക് പാടൊക്കെ വിരിക്കുന്ന വർക്കും തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. ബ്രിക്സ് വാൾ കെട്ടി മണ്ണിട്ട് നിർത്തുന്ന വർക്ക് മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ കഴിഞ്ഞതിന് ശേഷം പുറക്കാട്ടിരി പുയപ്പാലമാണ്. ഒന്നാമത്തെ പുതിയ പാലത്തിൻ്റെ വർക്ക് മുഴുവനായും കഴിഞ്ഞതാണ്. എങ്കിലും പാലം ഇതുവരെയും വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ പുതിയ പാലത്തിനായുള്ള പൈലിംഗ് വർക്ക് പുഴയിൽ നടന്നു വരുന്നുണ്ട്. പുറക്കാട്ടിരി പുഴയ്ക്ക് ശേഷം കോരപ്പുഴയാണ്. കോരപ്പുഴയ്ക്ക് കുറുകെയുള്ള ആദ്യത്തെ പുതിയ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ച് വളരെ വേഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ പുഴപ്പാലമാണ് കോരപ്പുഴയിൽ വരുന്ന പാലം. 70 ഗർഡറുകളാണ് ആകെ ലോഞ്ച് ചെയ്യേണ്ടത്. 39 ഗർഡറുകൾ ഇതിനോടകം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റായാണ് കോരപ്പുഴ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സൈഡിലെ പാലത്തിൻ്റെ വർക്കും നടക്കും. അതിൻ്റെ പൈലിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വടക്ക് ഭാഗത്ത് ഗാൻഡർ ഉപയോഗിക്കാതെ തന്നെ സാധാരണ രീതിയിൽ കുറച്ച് ഗഡറൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 പില്ലറുകൾക്കിടയിൽ 15 എണ്ണം. ഇവിടെ ഷീറ്റിടുന്ന വർക്കും തുടങ്ങിക്കഴിഞ്ഞു. അറപ്പുഴ പാലത്തിൽ കണ്ടതുപോലെയല്ല, റെക്കോർഡ് വേഗതയിൽ തന്നെയാണ് കോരപ്പുഴ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് നടക്കുന്നത്. അവസാനമായി ഇനി വർക്ക് പൂർത്തിയാവാനുള്ളത് വെങ്ങളം ഫ്ലൈ ഓവറിൻ്റേതാണ്. വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കാനുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മേലെ ടാറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, 1ാം ഘട്ട ടാറിങ് ഫുൾ പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ 2ാമത്തെ ഫ്ലൈ ഓവറാണിത്. എലവേറ്റഡ് ഹൈവേ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് വരുമ്പോൾ കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന ഇടമാണ് വെങ്ങളം ഫ്ലൈ ഓവർ. ഇവിടെ നിന്ന് അങ്ങോട്ട് അയ്യൂർ വരെ വാഗാട് കമ്പനി വർക്കെടുക്കുന്ന റീച്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ തന്നെ 66 വീഡിയോകളുമായി വീണ്ടും വരാം. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരിക. വീണ്ടും വരാം.